സോ വെൽക്കം യൂട്യൂബ്. നമ്മൾ ഇത്തരമൊരു വീഡിയോ ചെയ്തിട്ട് കുറേ കാലമായി. സോ വെൽക്കം യൂട്യൂബ്. നമ്മൾ ഇത്തരമൊരു വീഡിയോ ചെയ്തിട്ട് കുറേ കാലമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ മലയാളം ടൈപ്പിംഗ്, അതായത് നമുക്ക് കുറച്ച് പ്രയാസം എന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇതിന് മുമ്പും നമ്മൾ ചെയ്ത ടോപ്പിക്കായിരുന്നു മലയാളം ടൈപ്പിംഗ്. അത് നമ്മൾ മംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ ഇത് നമ്മളെങ്ങനെ നമ്മുടെ കീബോർഡിൽ മലയാളം എങ്ങനെ ടൈപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മുകളിലുള്ള ചിത്രം ഒന്ന് ശ്രദ്ധിക്കുക. അതിൽ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ സ്വരാക്ഷരം, ഇപ്പോൾ ഫസ്റ്റ് സ്വരാക്ഷരം എങ്ങനെ ടൈപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ആദ്യമായിട്ട് നോക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു കീ പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് മൊത്തം അക്ഷരം, അതായത് മലയാളത്തിലുള്ള മൊത്തം അക്ഷരങ്ങളും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു തുടക്കം. സ്വരാക്ഷരം എങ്ങനെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട്, ശ്രദ്ധിക്കുക, ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഡിസ്പ്ലേയിലേക്ക് നോക്കുക. ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡി അടിച്ചാൽ ആ എന്നുള്ള അക്ഷരം കിട്ടുന്നു. ഡി അടിച്ചാൽ ദെൻ ഷിഫ്റ്റ് പ്ലസ് ഇ അടിച്ചാൽ മുകളിലുള്ള അക്ഷരമാണ്. ഇ അടിച്ചാൽ ആ എന്നുള്ളതും. തുടർന്ന് ഇതേപോലെ ഷിഫ്റ്റ് ഞെക്കി പിടിച്ചിട്ട് എഫ്, ഇ എന്ന അക്ഷരവും ആർ, മുകളിലുള്ള ആറ്, ഇ എന്ന അക്ഷരവും, ഒപ്പം ജി, ഉ എന്ന അക്ഷരവും ടി, ഉ എന്ന അക്ഷരവുമാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ആ ഇ ഉ എന്നിടത്തി. ദെൻ നമ്മൾ ബാക്കിയുള്ള അക്ഷരങ്ങൾ ഞാൻ ഇവിടെ ഒരു പാറ്റേൺ ആയിട്ട് ഇട്ട് തരാം. അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ, അതായത് തുടർച്ചയായിട്ട് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്ന സാധിക്കുന്ന ഒരു കാര്യമാണിത്. ഈ പാറ്റേണിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര പ്രയാസം എന്നുള്ള കാര്യമല്ല ഈ കീബോർഡിൽ, അതായത് കമ്പ്യൂട്ടർ കീബോർഡ് ഉപയോഗിച്ച് മലയാള അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുന്ന വിധം. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തിയാണ് എന്ന് തോന്നുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഒരു കാര്യം മുഴുവനായിട്ടും പറഞ്ഞു പോകുന്നുണ്ട്, ഭാഗങ്ങളാക്കി മാറ്റുന്നില്ല. ഈ ഒരു ഭാഗം മൊത്തമായിട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ സ്വരാക്ഷരങ്ങൾ എങ്ങനെ ടൈപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ മുകളിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്വരാക്ഷരം ഒരു സമയത്ത് പഠിക്കുകയാണെങ്കിൽ പിന്നീട് ബാക്കിയുള്ള അക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഷിഫ്റ്റ് പ്ലസ് ടി, അതേപോലെ ആ ഷിഫ്റ്റ് പ്ലസ് ഇ, പിന്നെ ഇ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് എഫ്. ഞാൻ ഇപ്പോൾ പറയുന്ന അപ്പം തന്നെ നിങ്ങൾ അത് കീബോർഡിൽ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഒന്ന് എളുപ്പമായിട്ട് മാറും. അതോടൊപ്പം ഷിഫ്റ്റ് പ്ലസ് ആറ് ഇ എന്നുള്ള സൗണ്ടാണ്. അതോടൊപ്പം ഷിഫ്റ്റ് പ്ലസ് ജി, ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. ഡിയുടെ നേരെ മുകളിലാണ് ഇ വരുന്നത്. അതോടൊപ്പം തൊട്ടപ്പുറത്തെ അക്ഷരമാണ് എഫ്, അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലെ മുകളിലാണ് ആറ് വരുന്നത്. അതോടൊപ്പം ജിയുടെ മുകളിലാണ് ടി വരുന്നത്. അപ്പോൾ ആ ഇ ഉ. ദെൻ നമ്മൾ അടുത്തേക്ക് പോവാണ്. എന്നുള്ള ചിഹ്നമാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് പ്ലസ് ഒരു ഈക്വൽ ടു ചിഹ്നമുണ്ട് ബാക്ക് സ്പേസിൻ്റെ അടുത്ത്. ഓക്കെ, അത് ഞെക്കിയാൽ നമുക്ക് എന്ത് ചെയ്യും, എന്നുള്ള ചിഹ്നം കിട്ടും. ദെൻ എ, അതായത് നമ്മൾ തൊട്ട താഴെ ഇടതുവശത്ത് ഷിഫ്റ്റ് പ്ലസ് സെഡ്, അതോടൊപ്പം അതിൻ്റെ മുകളിൽ വലത്ത് മുകളിൽ ഷിഫ്റ്റ് പ്ലസ് എസ് എ, ദെൻ ഷിഫ്റ്റ് പ്ലസ് അതിന് മുകളിലുള്ള ഡബ്ല്യു. അപ്പോൾ നമ്മൾ ഈ പാറ്റേൺ എ ഐ ശ്രദ്ധിക്കുക. എ സെഡ് ആണ്, ഷിഫ്റ്റ് പ്ലസ് സെഡ്. എ ഷിഫ്റ്റ് പ്ലസ് എസ് ആണ്. അതോടൊപ്പം ഷിഫ്റ്റ് പ്ലസ് ഡബ്ല്യു എ എന്നുള്ളത്. ദെൻ അതുപോലെ ഓ ഔ അ. ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ പോയാൽ മതി. അത് വളരെ പ്രയാസമൊന്നുമില്ല, എളുപ്പം തന്നെയാണ്. ഈ ഒരു ചിഹ്നങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കി ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയാൽ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ചിഹ്നങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാവുന്ന, എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നതാണ്. അതായത് നമ്മളിപ്പോൾ വിചാരിക്കും ഇതൊക്കെ ഇങ്ങനെ പഠിച്ചുണ്ടാക്കണമല്ലോ, പ്രയാസമാണ് എന്നുള്ള കാര്യമൊന്നും ഉണ്ടാവും. പക്ഷേ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, എളുപ്പമാണ്. ഓക്കെ,
ഇത് നമ്മൾ ചിഹ്നങ്ങൾ നമ്മളിപ്പോൾ സ്വരാക്ഷരങ്ങൾ പഠിച്ച പോലെ നമ്മളിപ്പോൾ മലയാളം പഠിക്കുമ്പോൾ അതേ രീതിയിൽ തന്നെയാണ് പഠിക്കുക. സ്വരാക്ഷരങ്ങൾ ആ എന്നുള്ളത് ആ ചിഹ്നം നമ്മൾ പറയാറുണ്ട്. നമ്മൾ ഷിഫ്റ്റ് ഞെക്കി പിടിച്ചിട്ടായിരുന്നു നേരത്തെ, അതിൽ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടായിരുന്നു നേരത്തെ ആ ആ ഈ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ പാറ്റേണിൽ തന്നെ നമ്മൾ ഈ വെറുതെ ഞെക്കിയാൽ എന്തായാലും നമുക്ക് ആ ചിഹ്നം കിട്ടും. അതേപോലെ എഫ് അതിൻ്റെ മുകളിലുള്ള ഈ ചിഹ്നം കിട്ടും.